ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബംഗാളിലും തമിഴ്നാട്ടിലും സംസ്ഥാന പാർട്ടി അല്ലാതാകുന്നതോടുകൂടി ദേശീയ പാർട്ടി അല്ലാതായി CPM മാറാൻ പോകുന്നു എന്നുള്ളതാണ് ചരിത്ര സംഭവം. ബംഗാളിലൊക്കെ മുഴക്കിയിരുന്നൊരു മുദ്രാവാക്യമുണ്ട്, ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഞങ്ങൾ ചെങ്കൊടി നാട്ടും. പക്ഷേ ദില്ലിയിലെ ചെങ്കോട്ടയിൽ ചെങ്കൊടി നാട്ടാൻ പോയില്ലെന്ന് മാത്രമല്ല, പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും അവർ പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ഭൂരിപക്ഷം സംഭവിച്ച് പാർട്ടി ഒലിച്ചുപോയി. അവിടെ നിന്ന് ലോക്സഭയിലോ നിയമസഭയിലോ ഒരംഗം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. കോൺഗ്രസിൻ്റെ ചെലവിലാണ് കഴിയുന്നത്. ചുവന്ന കൊടി പോലും അപ്രത്യക്ഷമായി. അവിടുത്തെ ഏരിയ സെക്രട്ടറിമാരും അതുപോലെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അല്ല ഇന്ന് കേരളത്തിലുണ്ട് അതിഥി തൊഴിലാളികളായിട്ട്. അവർ മുഖ്യ പണി ഇപ്പം പെറോട്ട അടിക്കലാണ്. കേരളത്തിൽ മാത്രമാണിപ്പോൾ യഥാർത്ഥത്തിൽ CPM ഉള്ളത്. അത് കൂപമണ്ഡൂകമാണ്, അതായത് കിണറ്റിലെ തവളയാണ്. കൂപമണ്ഡൂകമായ കിണറ്റിലെ തവളയായ CPM ഈ കിണറ്റിൽ തന്നെ കിടന്ന് മരിക്കാൻ പോകും. നമസ്കാരം. 4 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി CPMൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിലും ദേശീയ തലത്തിലും എന്താകും? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഒരു കാലത്ത് ഇന്ത്യയിലെ 2ാമത്തെ രാഷ്ട്രീയ കക്ഷി CPI, അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1952 ഇലക്ഷനിൽ 10% സീറ്റും വോട്ടും നേടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ാമത്തെ കക്ഷിയായത്. ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിനുള്ള സീറ്റില്ലായിരുന്നെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷി എന്ന നിലയിൽ അതിൻ്റെ നേതാവ് AKGയെ ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു, ആ പദവിയും കൊടുത്തു. ദീർഘകാലം AKG പ്രതിപക്ഷ നേതാവായിരുന്നു നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ തന്നെ പിന്നീട് സ്പ്ലിറ്റ് ചെയ്തപ്പോഴും CPI പ്രധാനപ്പെട്ട കക്ഷിയായി. അപ്പോൾ അന്ന് കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ ബംഗാളിലൊക്കെ മുഴക്കിയിരുന്നൊരു മുദ്രാവാക്യമുണ്ട്, അതായത് ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഞങ്ങൾ ചെങ്കൊടി നാട്ടും. പക്ഷേ ദില്ലിയിലെ ചെങ്കോട്ടയിൽ ചെങ്കൊടി നാട്ടാൻ പോയില്ലെന്ന് മാത്രമല്ല, പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും അവർ പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമുള്ള കക്ഷിയായി ചുരുങ്ങുകയും ചെയ്യും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ഭൂരിപക്ഷം സംഭവിച്ച് പാർട്ടി ഒലിച്ചുപോയി. അവിടെ നിന്ന് ലോക്സഭയിലോ നിയമസഭയിലോ ഒരംഗം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. കോൺഗ്രസിൻ്റെ ചെലവിലാണ് കഴിയുന്നത്. പൂർണ്ണമായും CPMനെ ഹൈജാക്ക് ചെയ്തു. ആര്? തൃണമൂൽ കോൺഗ്രസോ BJPയോ. ത്രിപുരയിലും അത് തന്നെ സംഭവിച്ചു. കേരളത്തിൽ മാത്രമാണിപ്പോൾ യഥാർത്ഥത്തിൽ CPM ഉള്ളത്. അത് കൂപമണ്ഡൂകമാണ്, അതായത് കിണറ്റിലെ തവളയാണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോവിയറ്റ് റഷ്യയിലും ചൈനയിലും ഒക്കെ വളർന്ന് ഒട്ടേറെ സ്ഥലങ്ങളിൽ വികസിച്ച ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ കമ്മ്യൂണിസം ലോകത്തിൽ ഒരു വലിയ സംഭവമായി വന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് കമ്മ്യൂണിസം തന്നെ അകർന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയുന്ന പല സ്ഥലങ്ങളും മുതലാളിത്ത ഏകാധിപത്യ പാർട്ടികളായി മാറി. ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ബാലറ്റിലുള്ള അധികാരത്തിൽ കയറിയ ഒരു കക്ഷി, ഒരു സ്ഥലമെന്ന നിലയിൽ കേരളം ഇപ്പോൾ നിൽക്കുകയാണ്. പക്ഷെ അതിപ്പം ബാലറ്റിലൂടെ അധികാരത്തിൽ പോകുന്ന അവസാനത്തെ കക്ഷിയായി മാറും. അപ്പോൾ കൂപമണ്ഡുവുമായ കിണറ്റിലെ തവളയായ CPM ഈ കിണറ്റിൽ തന്നെ കടന്ന് മരിക്കാൻ പോകുന്നു എന്ന് വെച്ച് സംസ്ഥാന പാർട്ടി എന്നുള്ള പദവിയൊന്നും കേരളത്തിൽ CPM നഷ്ടപ്പെടില്ല. പക്ഷേ ബംഗാളിലെ സ്ഥിതിയോ? ബംഗാളിൽ സംസ്ഥാന പാർട്ടി അല്ലാതാവും. കോൺഗ്രസിൻ്റെ ചെലവിലാണെങ്കിൽ പോലും അല്ല, തമിഴ്നാട്ടിൽ സംസ്ഥാന പാർട്ടിയായത് DMKയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത ചെലവിലാണ്. അവിടെയും സാധ്യത കുറവാണ്. ത്രിപുരയിലും ചെറിയ എഡ്ജിലാണ് സംസ്ഥാന പാർട്ടിയായിരിക്കുന്നത്. അപ്പോൾ ദേശീയ പാർട്ടി ആയിരിക്കേണ്ട ഒരു മാനദണ്ഡം അനുസരിച്ച് ഒരു പ്രധാന മാനദണ്ഡം 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം. ആ 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടും 2 നിയമസഭാ സീറ്റും വേണം. കേരളമല്ലാതെ വേറൊരിടത്തും ഇനിയും കിട്ടാൻ സാധ്യത ഇല്ല. അപ്പോൾ ആ മാനദണ്ഡം പോയി. ലോക്സഭ മാനദണ്ഡമുണ്ട്. ലോക്സഭയിൽ ഇത്ര ശതമാനം വോട്ട് ഇത്ര സംസ്ഥാനങ്ങളിൽ നിന്ന്. ആ മാനദണ്ഡമൊന്നും ഇപ്പോഴും ഇല്ല. 1.76% മാത്രമാണ് ഇപ്പോൾ CPMന് ലോക്സഭാ വോട്ട് വിഹിതം. 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബംഗാളിലും തമിഴ്നാട്ടിലും സംസ്ഥാന പാർട്ടി അല്ലാതാകുന്നതോടുകൂടി ദേശീയ പാർട്ടി അല്ലാതായി CPM മാറാൻ പോകുന്നു എന്നുള്ളതാണ് ചരിത്ര സംഭവം. ബംഗാളിൽ നമ്മൾ കണ്ടത് എന്താ? ബംഗാളിൽ CPM സംസ്ഥാന പാർട്ടി അല്ലാതായി പോയത് എന്ന് പറയുന്നത് ഒരു ഭീകരമായ തകർച്ചയാണ്. ബംഗാളിൽ പണ്ടൊക്കെ കേരളത്തിൽ മുടക്കിയിരുന്ന മുദ്രാവാക്യമുണ്ട്, ചുവപ്പ് ബംഗാൾ ആവർത്തിക്കും. അതായത് ചുവപ്പ് ബംഗാളിലെ പോലെ കേരളവും ഞങ്ങൾ ആവർത്തിക്കുമെന്നായിരുന്നു.
പക്ഷേ ഇപ്പോൾ തുടർഭരണം കിട്ടിയ സത്യമാണ്. പക്ഷേ 34 വർഷത്തെ ഭരണം ജ്യോതിബാസുവിൻ്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യ നേതൃത്വത്തിലുള്ള ഭരണം ജനങ്ങൾ വലിച്ചെറിഞ്ഞു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ബംഗാളിൽ കാണണമെന്നുണ്ടെങ്കിൽ പാലമകടത്തിൽ എന്ന് പറയുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഡേഞ്ചർ ചിഹ്നത്തോടൊപ്പം ചുവന്ന കൊടി കാണാറുണ്ട്. ചുവന്ന കൊടി പോലും അപ്രത്യക്ഷമായി. അവിടുത്തെ ഏരിയ സെക്രട്ടറിമാരും അതുപോലെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അല്ല ഇന്ന് കേരളത്തിലുണ്ട് അതിഥി തൊഴിലാളികളായിട്ട്. അവർ മുഖ്യപണി ഇപ്പം പെറോട്ട അടിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂല്യശോഷണം സംഭവിച്ച ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാരണം സ്വത്ത് സമ്പാദനം. കാരണം ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹൗസ് ഏതാ? CPM അല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തില്ലേ? പാർട്ടി ഓഫീസുകൾ, കേരളം മുഴുവൻ പാർട്ടി ഓഫീസുകളാണ്. അത് പോഷക സംഘടനകൾക്കെല്ലാം പാർട്ടി ഓഫീസുകൾ. പത്രസ്ഥാപനങ്ങൾ, കൈരളി TV ആസ്ഥാന മന്ദിരം, ദേശാഭിമാനിയുടെ യൂണിറ്റ്, ചിന്ത പബ്ലിഷേഴ്സ്, ആശുപത്രികൾ, AKG സ്മാരക ആശുപത്രി കണ്ണൂരിൽ, പെരിന്തൽമണ്ണ EMS ആശുപത്രി, AP വർക്കി ആശുപത്രി എറണാകുളം, NS ശ്രീധരൻ ആശുപത്രി കൊല്ലം, എത്രയോ ആശുപത്രികൾ, പഠന ഗവേഷണ കേന്ദ്രങ്ങൾ, സർക്കാർ ഭൂമിയിലാണെങ്കിലും തിരുവനന്തപുരത്തെ AKG പഠന ഗവേഷണ കേന്ദ്രം, വിളപ്പിൽശാലയിലെ EMS അക്കാഡമി, കേളുവേട്ടൻ അക്കാഡമി വടകര, നയനാർ അക്കാഡമി കണ്ണൂർ. ഇങ്ങനെ വിദ്യാഭ്യാസ പണ്ടൊക്കെ ആണെങ്കിൽ ജാതിമത സംഘടനകളാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത്. സ്ഥാപനവൽക്കരണം പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് നശിപ്പിക്കുന്ന ഒരിക്കൽ CPMൻ്റെ കുറിച്ച് അച്യുതമേനോൻ പറഞ്ഞിട്ടുണ്ട്. അതായത് CPM എന്നൊരു പ്രസ്ഥാനമല്ല, കമ്മ്യൂണിസ്റ്റുകാർ പ്രസ്ഥാനമെന്നാണ് എപ്പോഴും പറയുന്നത്. പ്രസ്ഥാനമല്ല, ഒരു സ്ഥാപനമായി മാറി. ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ഹൗസായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ CPM. അതുകൊണ്ട് ഈ ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള പദവി നഷ്ടപ്പെട്ടാലും കേരളത്തിൽ ഒരു സംസ്ഥാന പാർട്ടിയായി തുടർന്നാലും കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്വത്തുള്ള ആസ്തിയുള്ള ഒരു കോർപ്പറേറ്റ് ഹൗസായി ഇവിടെ CPM നിലനിൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന CPM ഇന്ന് 13ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ CPM എന്നുള്ള പാർട്ടി തന്നെ ഇല്ലാതാകും എന്നുള്ള നിരീക്ഷണമാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് നടത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.